നന്നായി ഒരുങ്ങണം റമദാനിന് വേണ്ടി. റമദാനിന് വേണ്ടി ഒരുങ്ങാത്തവർ പരാജയപ്പെട്ടു പോകും. റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. അടുത്ത കൊല്ലത്തെ റമദാൻ പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ വർഷം തന്നെ നമുക്കൊരു പ്രതീക്ഷയും ഇല്ല. അല്ലാഹു ദീർഘായുസ്സ് ആഫിയത്തോടെ നൽകട്ടെ. ആമീൻ. നന്നായി പറഞ്ഞോളൂ. അല്ലാഹുവേ, ഞങ്ങൾക്കിനി ഇനിയും ഒരുപാട് റമദാനിൽ ജീവിക്കാൻ ആരോഗ്യത്തോടെ, തഖ്വയോടെ, ഇബാദത്തിന് തൗഫീഖോടെ നീ അവസരം തരണേ അല്ലാ. ഒരു റമദാനിന്റെ ബഹുമാനം എത്രയാണ്! ഒരു റമദാനിന്റെ ബഹുമാനം എത്രയാണ്! ബഹുമാനം നമുക്കറിയാത്തത് കൊണ്ടാണ്. അറിഞ്ഞാലോ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റമദാനിന്റെ ബഹുമാനം എങ്ങാനും ജനങ്ങൾ അറിഞ്ഞാൽ ഇഖ്ലാസോടെ, തഖ്വയോടെ, ഈമാനോടെ അല്ലാഹുവിന്റെ അരികിലേക്ക് മടങ്ങണമെന്ന് ചിന്തിക്കുന്ന ജനങ്ങളില്ലേ, അവർക്ക് റമദാനിന്റെ ബഹുമാനം അത് കൃത്യമായി അറിഞ്ഞാൽ അതാ ജനങ്ങൾ ചിന്തിക്കും, കൊല്ലം മുഴുവൻ റമദാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. കൊല്ലം മുഴുവൻ റമദാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ചിന്തിക്കും. സുബ്ഹാനല്ലാഹ്. കാരണം അത്രയും വലിയ ബഹുമാനമാണ് റമദാനിനുള്ളത്. ഇബാദത്തിന് വലിയ ബഹുമാനമാണ്. അതുപോലെ നിസ്കാരത്തിന് വലിയ ബഹുമാനമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ വർഷത്തെ റമദാൻ നമുക്ക് കിട്ടുമോ? ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട്, കിട്ടുമെങ്കിൽ നീ എന്ത് ചെയ്യും മോനെ? നീ എന്താണ് ഈ റമദാനിൽ ഇബാദത്ത് ചെയ്യുക? മനസ്സുകൊണ്ടൊന്ന് ചിന്തിക്കുക. ഓ ചെറുപ്പക്കാർ, ഞാൻ കുറെ നോമ്പ് തുറക്കാൻ പോകും. നല്ലതാണ്. നോമ്പ് തുറക്കലും തുറപ്പിക്കലും നല്ലതാണ്. എന്നാ ഞാൻ ചോദിക്കുന്നു, നീ തറാവീഹ് നിസ്കരിക്കുമോ? മുഴുവൻ ദിവസവും 20 ദിവസവും നിങ്ങൾ തറാവീഹ് നിസ്കരിക്കുമോ? തീരുമാനിച്ചു കൊള്ളണം ചെറുപ്പക്കാരനോട്. നമ്മളതാ ഇതിവിടെ വടകരക്കടുത്താണെന്നാണ് തോന്നുന്നത്. നമ്മളെ വടകരയിൽ ഞാൻ ഒരു 2 കൊല്ലം മുമ്പ് വയല് പറഞ്ഞിട്ടുണ്ട്. റമദാനിൽ എന്താണ്, ഈ ഒരു കുലുക്കി സർവത്തിന്റെ കാലമാണ് റമദാന്. കുറെ മുസ്ലിം ചെറുപ്പക്കാർ പാവങ്ങളാണ്, ഒരു വിവരവുമില്ല. കാരണം എന്താണ്, റമദാൻ മാസത്തിൽ തറാവീഹ് നിസ്കാരം ഉപേക്ഷിച്ച് കുലുക്കി സർവത്ത് കുടിക്കാൻ പോവുകയാണ്. എന്നിട്ട് അവിടെ ഇങ്ങനെ തെരയാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ പെൺകുട്ടികൾ വരെ പോകാണ്. ഞാൻ എൻ്റെ സഹോദരിമാരോടും എൻ്റെ വളർന്നു വരുന്ന യുവാക്കളോടും പറയട്ടെ, നമ്മൾ റബ്ബിലേക്ക് മടങ്ങണം കേട്ടോ. അല്ലാഹുവിലേക്ക് മടങ്ങണം കേട്ടോ. നമ്മൾ റബ്ബിനെ ഭയപ്പെടണം കേട്ടോ. അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാതെ നിസ്സാരമാക്കിയാൽ, വിശുദ്ധ റമദാനിനെ നമ്മൾ നിസ്സാരമാക്കിയാൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങും. ഖുർആനിൽ എത്രയാണ് സമൂഹത്തെ നശിപ്പിച്ചത് അല്ലാഹ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ ഭൂമി ലോകത്ത് നമ്മൾ നന്നായാലല്ലാതെ അല്ലാഹുവിന്റെ ശിക്ഷയെ തൊട്ട് കാവല് കിട്ടൂല. നമ്മൾ കൊറോണ അനുഭവിച്ചവരല്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൂടാ. നമ്മൾ അനുഭവിച്ചവരല്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ വിഷമിച്ചിട്ട്, ഓ റബ്ബിനിക്ക് അത്ര പോരെ. നിങ്ങൾ കണ്ടില്ലേ, ഭക്ഷണം മുടക്കാൻ ചെറുപ്പക്കാരാ, അങ്ങകലെ പാവപ്പെട്ട ഫലസ്തീനിലുള്ള പാവപ്പെട്ട ജനങ്ങളെ അതാ ബോംബ് വർഷിപ്പിച്ച് നാട് കടത്തിയിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ അവര് പാത്രവുമായി ക്യൂ നിന്നപ്പോ അമേരിക്കയിലുള്ള പലരും പൊട്ടിച്ചിരിച്ചു. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞില്ല, അപ്പോഴാണ് ഒരു നല്ല കാട്ടുതീ വരികയാണ്. ഒരുപാട് ഏക്കർ സ്ഥലങ്ങളിൽ കാട്ടുതീ വന്നിട്ട് കാട് കരിഞ്ഞുപോയി, നാട് കരിഞ്ഞുപോയി, കത്തിപ്പോയി. വലിയ 5 സ്റ്റാർ ഹോട്ടലുകൾ കത്തിപ്പോയി. അവസാനം അതിൻ്റെയൊക്കെ ഉടമകൾ ഭക്ഷണമില്ലാതെ ചെറിയ ടെണ്ടുകളിൽ താമസിക്കുമ്പോൾ ഭക്ഷണങ്ങളുമായി വരുന്ന, സഹായവുമായി വരുന്നവരുടെ മുന്നിൽ കോടീശ്വരന്മാരായ
കോടീശ്വരന്മാർ അവരുടെ ഭിക്ഷപ്പാട്ട നീട്ടുകയാണ്, പാത്രം നീട്ടുകയാണ്, എന്നിട്ട് ഭക്ഷണം വാങ്ങി കഴിക്കുകയാണ്. ഓ ചെറുപ്പക്കാരാ, ഇന്ന് നല്ല ഭക്ഷണം അല്ലാഹു നൽകുന്നുണ്ട്, നല്ല വെള്ളം അല്ലാഹു നൽകുന്നുണ്ട്, നല്ല ഫേനുള്ള പള്ളിയുണ്ട്, അതാ സുജൂദ് ചെയ്താൽ തലവേദനയാകാത്ത കാർപ്പറ്റുകളുണ്ട്, നല്ല കേട്ട് ആസ്വദിച്ച് നിസ്കരിക്കാൻ പറ്റിയ സംവിധാനങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ പോകാണ്. റമളാനിന്റെ രാത്രിയിൽ തറാവീഹ് നിസ്കരിക്കാതെ ബൈക്കും എടുത്തിട്ട് എവിടത്തേക്ക്? ഏതോ ഒരു കുലുക്കി സർബത്തിന്, അല്ലെങ്കിൽ ഏതോ ചില ഉപ്പിലിട്ടത് തിന്നാൻ. ഞാൻ എൻ്റെ മക്കളോട് പറയട്ടെ, അല്ലാഹു പൊരുത്തപ്പെടൂല. شهر الصيام لقد علوت مكرما وعدوت من بين الشهور معظما يا صائمي رمضان هذا شهركم فيه يباحكم المهيمن مغنما. എന്തൊരു വിഷയമാണ് മഹാന്മാർ പറയുന്നത്. ശഹ്റു സിയാം, റമളാൻ മാസം. ലഖദ് ഹലൗത മുകറമാ, ഈ വലിയ ബഹുമാനമുള്ള മാസമാണ് റമളാൻ മാസമേ. വഅദൗത മിൻ ബൈനി ശുഹൂരി മുഅല്ലമാ, ആദരിക്കപ്പെടേണ്ടുന്ന മാസമാണ് റമളാൻ മാസം. എന്നിട്ട് നമ്മളോട് പറയാണ്, യാ സായിമി റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന മനുഷ്യ, ഹാദാ ശഹ്റുക്കും, ഇത് നിന്റെ മാസമാണ്. ഫീഹി അബാഹക്കുമുൽ മുഹൈമിനു മഗ്നമാ, ഒരുപാട് വാരിക്കൂട്ടാൻ നിനക്ക് അല്ലാഹു അവസരം തരുന്നു, കൂലി വാരിക്കൂട്ടാൻ. നീ രാവിലെ പുലച്ചക്കണീച്ച് അത്തായം കഴിക്കുന്ന വലിയ കൂലിയാണ്. കിടന്നുറങ്ങരുത്, പള്ളിയിൽ പോയി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് നീ ഖുർആൻ ഓതിക്കോളോ. ഉമ്മമാരെ, പ്ലേറ്റ് ഒക്കെ അവിടെ വെച്ചേക്ക്, നമുക്കെന്താണ് ഇതൊക്കെ പിന്നെ കഴുകാം. നമ്മൾ പോയി വേഗം 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നു. വിത്ർ നിസ്കരിച്ചില്ലെങ്കിൽ സ്ത്രീകൾ അതിന്റെ ശേഷം വിത്റും നിസ്കരിക്കുന്നു. എന്നിട്ട് അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുന്നു. സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ ഖുർആൻ ഓതുന്നു. ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുക്കുന്നത് വരെ പള്ളിയിൽ നിന്ന് ഇത്തികാഫിന്റെ നിയ്യത്തും ചെയ്ത് സുന്നത്തും നിസ്കരിച്ച് ഖുർആൻ ഓതുന്നു. സുബഹി നിസ്കരിക്കുന്നു. സുബഹി നിസ്കരിച്ച ആ ദുആയിൽ അവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലുന്നു. ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കഴിയുമെങ്കിൽ ഖുർആൻ ഓതുന്നു, വിശ്രമിക്കുന്നു. വീട്ടിലുള്ള ഇറച്ചിയും മാംസങ്ങളും ഒക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നു. എത്ര കൂലിയാണ്! ളുഹറിന്റെ ജമാഅത്തിന് മുമ്പ് പള്ളിയിലെത്തുന്നു, അല്പം ഖുർആൻ ഓതുന്നു, അല്പം ദിക്ർ ചൊല്ലുന്നു. ഓരോ മാസത്തിലും ചൊല്ലേണ്ട ഒരു ദിക്ർ 100 വട്ടമെങ്കിലും, ഓരോ 10ലും ചൊല്ലേണ്ട ദിക്ർ 100 വട്ടമെങ്കിലും നമ്മൾ ദിവസവും രാവിലെയും വൈകുന്നേരവും ളുഹറിന്റെ മുമ്പും ശേഷവും ഒക്കെ ചൊല്ലി റബ്ബിലേക്ക് അങ്ങ് ദുആ ചെയ്താൽ അല്ലാഹു നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്! അതാണ് ഫീഹി അബാഹക്കുമുൽ മുഹൈമിനു മഗ്നമാ, ഒരുപാട് വാരിക്കൂട്ടാനുള്ള സമയമാണ്. അസർ നിസ്കരിച്ചു. അസർ നിസ്കരിച്ച ആ ചില നാടുകളിലൊക്കെ ഉണ്ട് ഒരു ക്യാരം ബോർഡ് കളിക്കല്. ഇത്ര ഒരു വൃത്തികെട്ടൊരു പരിപാടി. നമ്മൾ നല്ല നോമ്പ് നോറ്റിട്ടത് തുറക്കാൻ നോക്കുന്ന സമയം നമ്മളെന്താണ്? ഓ സഹോദരങ്ങളെ, വേണ്ടാത്ത കളികളിലേക്ക് ഏർപ്പെടരുത്, അതിലേക്കൊന്നും പോകരുത്. നമ്മൾ ക്യാരം ബോർഡ് കളിക്കേണ്ട സമയമല്ലത്. ചിലര് പറയും നേരം പോകുന്നില്ല. നേരം പോകും. നമ്മൾ ആ ദിക്റൊന്ന് ചൊല്ലി നോക്കൂ, സ്വലാത്തൊന്ന് ചൊല്ലി നോക്കൂ, ഖുർആനൊന്ന് ഓതി നോക്കൂ. അതിനല്ലേ നമ്മളെ സമയം, അതിനല്ലേ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. കഴിഞ്ഞില്ല മഗ്‌രിബിന്റെ തൊട്ട് മുമ്പ് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് പുരുഷന്മാര് സ്ത്രീകൾക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്ത് ആ ഫ്രൂട്ട്സ് ഒന്ന് മുറിച്ചു കൊടുക്കൂ, അതാ ജ്യൂസ് ഒന്ന് അടിച്ചു
വെച്ചു കൊടുക്കൂ. അതിനെത്ര കൂലിയാണ്. ഒരു ഭാര്യയോട് ചെന്നിട്ട് നമ്മളൊരു സഹായം ചെയ്ത് കൊടുത്താൽ, നമ്മളെ ഉമ്മക്ക് നമ്മളൊരു ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ റമദാനിൽ അതിനെത്ര കൂലിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, എനിക്ക് റസൂലുള്ളാഹി തങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സഹാബത്തതാ യാത്രയിൽ മൃഗത്തിനെ അറുത്തിട്ട് ഇറച്ചി പാകം ചെയ്യുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ അറുക്കാം, ഞാൻ തോല് പൊളിക്കാം. റസൂലുള്ളാഹിനോട് സഹാബത്ത് പറഞ്ഞു, അത് വേണ്ട. എന്നാൽ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ കഷ്ണമാക്കി തരാം, ഞാൻ അടുപ്പത്ത് വെച്ച് തരാം, ഞാൻ എന്താ ആവശ്യമായ വിറക് സംഘടിപ്പിച്ചു തരാം. എല്ലാറ്റിനും റസൂലുള്ളാഹി റെഡിയാണ്. ചില പുരുഷന്മാർക്കൊണ്ടൊരു തോന്നല്, ഞാൻ എൻ്റെ ഭാര്യക്ക് അതൊക്കെ ചെയ്തു കൊടുക്കൽ എൻ്റെ സ്റ്റാറ്റസിന് മോശമാണ്. എന്ത് സ്റ്റാറ്റസിന് മോശം? ഒരു മോശവുമില്ല, അതൊക്കെ നല്ലതാണ്. നമ്മൾ എന്താ വേണ്ടത്? റസൂലുള്ളാഹി തങ്ങളെ പിൻപറ്റലാണ്. ഫീ ഹാലിഹി വഫഅലിഹി വമഖാലിഹി വതതബഅന വതാബിഅ ലാ തഅദിലാ. നമ്മൾ റസൂലുള്ളാഹിനെ പിൻപറ്റുകയാണ് വേണ്ടത്. ആവശ്യമായ ഹെൽപ്പുകളൊക്കെ നമ്മൾ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ മാറി നിൽക്കലല്ല. അങ്ങനെ നോമ്പ് തുറക്കുന്നു, ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് ബാങ്ക് ഇങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ, ഓ സഹോദരന്മാരെ, ആ സമയം നമ്മളിങ്ങനെ കഥ പറയേണ്ട സമയമല്ല. ആ സമയം മറ്റെന്തെങ്കിലും നമ്മൾ ഭൗതികമായ വിഷയം പറയേണ്ട സമയമല്ല. ആ നോമ്പ് തുറക്കുന്ന സമയം എത്ര വലിയ ബഹുമാനമുള്ള സമയമാണ്. അല്ലാഹുവിനോട് കൈ ഉയർത്തി ദുആ ചെയ്താൽ, അല്ലാഹുവിനോട് നമ്മളെ സങ്കടങ്ങളങ്ങ് പറഞ്ഞാൽ, അല്ലാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങളങ്ങ് പറഞ്ഞാൽ അല്ലാഹ് തട്ടിക്കളയൂല. ഈ വർഷത്തെ നോമ്പ് തുറക്കുന്ന സമയം ഒരൊറ്റ ദിവസവും പായാക്കി പോകരുത്. നമ്മളെ രോഗം മാറാൻ, ജോലി റെഡിയാകാൻ, മകന്റെ കല്യാണം റെഡിയാകാൻ, മകൾക്ക് മക്കളുണ്ടാകാൻ, കുടുംബത്തിൽ സന്തോഷമുണ്ടാകാൻ, വീട് വെക്കാൻ, ആവശ്യമായ എന്ത് വിഷയമാണെങ്കിലും ആ മഗ്രിബ് നിസ്കാരത്തിന്റെ സമയം, അതിന്റെ തൊട്ട് മുമ്പ് നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുമ്പോ നമ്മളൊന്ന് ദുആ ചെയ്തു നോക്കൂ. നിങ്ങൾ മദീനയിൽ ചെന്നാൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഭക്ഷണങ്ങൾ വെച്ചിട്ട്, നമ്മളെപ്പോലെയുള്ള എത്രയോ രാജ്യങ്ങളിലുള്ള ജനങ്ങൾ ഭക്ഷണത്തിന്റെ മുമ്പിലിരുന്നിട്ട് ആ സമയത്ത് റബ്ബിനോട് കരയുന്നത് കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മളെ നാട്ടിലില്ലാത്തൊരു സ്വഭാവമാണത്. എന്ത്? മഗ്രിബിന്റെ ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പ് ഒരു വീട്ടില് നോമ്പ് തുറയാണെങ്കിൽ എന്താ പരിപാടി? അതാ അതിങ്ങെടുക്കൂ ഇതിങ്ങെടുക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഭക്ഷണം കൊണ്ടുവരുന്ന തിരക്കിലാണ്. സുബ്ഹാനല്ലാഹ്, കുറച്ചൊരു 5 മിനിറ്റ് നേരത്തെ എടുത്ത് സെറ്റ് ചെയ്ത് എല്ലാവരും ആ ഭക്ഷണത്തിന്റെ മുമ്പിൽ അവിടെ ഇരുന്ന് അല്ലാഹുവിനോട്, റബ്ബേ 5 മിനിറ്റേ ഉള്ളൂ, റബ്ബാകുന്ന നിന്നിലേക്ക് ഞാനിത് കൈ ഉയർത്തുന്നു, ദുന്യവിയും മുഹ്റവിയുമായ വിഷയങ്ങളൊന്ന് യാചിക്കുന്നു. അതിൽ ചെറിയ മക്കളും അത് കണ്ടിട്ട് കൈ ഉയർത്തുന്നു. ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്കഉ വസിബിയത്തും മീനൽ യതാമാറുല്ലഉ. ഓ, നമ്മൾ വാപ്പ ഇങ്ങനെ ദ്വാരക്കുമ്പോ ആ നോമ്പ് തുറക്കാനും കൂടെ ഇരിക്കുന്ന ചെറിയ പൊന്നുമോനുണ്ട്. ആ പൊന്നുമോനും അല്ലാഹുവിനോട് കൈ ഉയർത്തി ഉപ്പാന്റെ മുഖത്ത് നോക്കി, ഉപ്പയതാ കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ച് റബ്ബിനോട് ദുആ ചെയ്യുമ്പോ, നമ്മളെ സങ്കടങ്ങൾ പറയുമ്പോ, ആ പൊന്നുമോനിപ്പുറത്ത് നിന്ന് കൈ ഉയർത്തുമ്പോ അല്ലാഹു ആ കൈ തട്ടിക്കളയൂല. ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്കഉ. അല്ലാഹുവിനിക്ക് ചില നിസ്കരിക്കുന്ന വയസ്സന്മാർ, വസിബിയത്തും മീനൽ യതാമാറുല്ലഉ,
പാവപ്പെട്ട ചെറിയ യതീമുകളായ ചെറിയ മക്കളില്ലേ, അവര് റബ്ബിനോട് കൈ ഉയർത്തിയില്ലായിരുന്നു എങ്കിൽ സുബ്ബാലൈക്കോ മുല്ലദാബുൽ ഔജഉ, അല്ലാഹുവിന്റെ അദാബ് നിങ്ങൾക്ക് ഇറങ്ങുമായിരുന്നേനേ. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് നമ്മൾ റമളാനിൽ പ്രധാനമായി ചെയ്യേണ്ട ഒരു വിഷയമാണ് ആ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആ. അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് തറാവീഹ് നിസ്കാരം. എൻ്റെ ചെറുപ്പക്കാരെ, തറാവീഹ് നിസ്കാരത്തിന്റെ ബഹുമാനം എത്രയാണ്! അത് ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. സ്ത്രീകളോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ കഴിയുമെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കണം. പക്ഷേ നമ്മളെ നാടുകളിലൊക്കെയുണ്ട് ചില സ്ഥലത്ത് ഒരു സ്വഭാവം, ഏതെങ്കിലും ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മദ്രസയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഷെഡ് കെട്ടിയിട്ടോ സ്ത്രീകൾക്കൊരു നിസ്കാരമുണ്ട്. അങ്ങനെ ഒരു നിസ്കാരം ശറഈലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ അവര് തറാവീഹ് നിസ്കരിച്ചത് വീട്ടിൽ നിന്നാണ്. അവര് തറാവീഹ് നിസ്കരിക്കാൻ പുറത്തിറങ്ങി പോയവരല്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, വീടുകളിൽ നിന്നാണ് തറാവീഹ് സ്ത്രീകൾ നിസ്കരിക്കേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങളെ മദ്രസയിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളുണ്ടോ, ആ മോളെ ഇമാമത്ത് നിർത്തിയിട്ട് ഉമ്മ നിങ്ങൾ പിന്നിൽ നിന്നോളൂ. അല്ലെങ്കിൽ നിങ്ങളാണ് അതിനേക്കാളും ഓത്തറിയുന്നതെങ്കിൽ നിങ്ങളെ മരുവളുണ്ടെങ്കിൽ, മകന്റെ ഭാര്യയുണ്ടെങ്കിൽ അവള് നിൽക്കട്ടെ, എന്നിട്ട് അവള് മുന്നിൽ ഇമാമത്ത് നിന്ന് നിസ്കരിക്കട്ടെ. കാരണം എന്താണ്? തറാവീഹ് നിസ്കാരം കഴിവിന്റെ പരമാവധി ജമാഅത്തായി നിസ്കരിക്കണം. പക്ഷേ അതിന് നമ്മൾ ഇസ്ലാമിലില്ലാത്ത ഒരു വിഷയം ഉണ്ടാക്കേണ്ടതില്ല. കാരണം റസൂലുള്ളാഹിന്റെ ഭാര്യമാരങ്ങനെ ഒരു നിസ്കാരം പുറത്തു പോയി നിസ്കരിച്ചില്ലെന്ന് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മാത്രമല്ല ഉമ്മു ഹുമൈദിൻ സാഇദ് റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ നിങ്ങളെ കൂടെ വന്നിട്ട് നിസ്കരിച്ചോട്ടെ ജമാഅത്തായിട്ടെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ് ഖൈർ എന്നാണ്. ഖൈറായതല്ലേ ചെയ്യേണ്ടത്, ശർറായതല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഉമ്മു ഹുമൈദിൻ സാഇദ് റളിയല്ലാഹു അൻഹയോട് വീട്ടിൽ നിന്ന് നിസ്കരിക്കാനാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അതാണ് ഖൈർ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, നമ്മൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി, റബ്ബിന്റെ തൃപ്തിയിലായി നല്ല തറാവീഹ് നിസ്കരിക്കണം.